നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി നിതിൻ വിനോദ്. 29 വയസ്സ്, മകൻ നക്ഷത്രം, 180 സെന്റിമീറ്റർ ഹൈറ്റ്, 85 kg വെയിറ്റ്. ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ BE EEE ആണ്. അമൃത വിശ്വവിദ്യാപീഠം കോയമ്പത്തൂർ നിന്നാണ് പാസ്സായിരിക്കുന്നത്. ബാംഗ്ലൂരിലെ പ്രശസ്തമായിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ടീം ലീഡായിട്ട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കം ടീം ലീഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛൻ റിട്ടയർഡ് LIC ബ്രാഞ്ച് മാനേജർ, അമ്മ സിന്ധു CBSE സ്കൂളിലെ ടീച്ചറായിരുന്നു, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഒരു സിസ്റ്റർ ബാംഗ്ലൂരിൽ തന്നെ ഒരു MNCയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അവർ പ്രീഫർ ചെയ്യുന്നത് ബാംഗ്ലൂരിൽ തന്നെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളെയാണ് നോക്കുന്നത്. നല്ല ഒരു ഫാമിലി. LIC ബ്രാഞ്ച് മാനേജറായിട്ടുള്ള വിനോദ് എന്നാണ് അച്ഛൻ്റെ പേര്. അച്ഛൻ, അമ്മ, മകൻ പാലക്കാടാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. പെൺകുട്ടികളുടെ അച്ഛനമ്മമാർക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെടാം. ഇവരുടെ ഫർദർ ഡീറ്റെയിൽസൊക്കെ ഞാൻ എടുത്തു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. വീട്ടിൽ വിവാഹപ്രായം എത്തിയ കുട്ടികളുണ്ടെങ്കിൽ അച്ഛനമ്മമാർ പൊതുവെ കുറച്ച് ടെൻഷനാണ്. കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള ടെൻഷനും ഉണ്ടാവില്ല, പക്ഷെ അച്ഛനമ്മമാർക്ക് നല്ല ടെൻഷനാണ്. ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, ആകെ ഒരു വല്ലാത്ത ഒരു ടെൻഷനാണ്. എങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് ഈ ഇതൊന്നും ശരിയായി കിട്ടുന്നവരൊക്കെ. അപ്പോൾ ഈ ടെൻഷനുകളൊക്കെ എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു 2-3 പോയിന്റ് ഞാൻ പറയാം. അതിൽ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളുമായിട്ട്, വിവാഹപ്രായം എത്തിയ കുട്ടിയുമായി രക്ഷിതാക്കൾ നന്നായിട്ടൊന്ന് സംസാരിക്കണം. നന്നായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പല തരത്തിലുള്ള അഭിപ്രായങ്ങളും ഉണ്ടാകും. ആ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ചിലപ്പോൾ അവർ പറയും, ഇപ്പോൾ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ബാംഗ്ലൂരിനെ വേണം, ലൊക്കേഷൻ ബാംഗ്ലൂർ വേണം, എഡ്യൂക്കേഷൻ BTech ആണെങ്കിൽ ചിലപ്പോൾ BTech തന്നെ വേണം, അങ്ങനെയൊക്കെ പറയും. പല അഭിപ്രായങ്ങളും അവർക്കുണ്ടാവും. അപ്പോൾ അവരുടെ എല്ലാ അഭിപ്രായങ്ങളും കേട്ട് 100% നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും അച്ഛനമ്മമാർ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം ഈ കാര്യങ്ങൾ. അതിനുശേഷം നിങ്ങളുടെ ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ നാഗങ്ങൾ, അതായത് വെളുത്തൻകാവ് എന്നൊക്കെ പറയും എൻ്റെ നാട്ടിൽ ഒറ്റപ്പാലത്ത്, വെളുത്തൻകാവ് അല്ലെങ്കിൽ നാഗങ്ങൾ, ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ കുടുംബക്ഷേത്രം, ഇവരൊക്കെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം നല്ല ഒരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക. ഈ പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുമ്പോൾ ഒരു 3-4 പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കുറേ കാര്യങ്ങൾ നമ്മൾ എഴുതും, അനാവശ്യമായിട്ട് കുറേ എഴുതി പിടിപ്പിക്കേണ്ട കാര്യമില്ല. എൻ്റെ മകൻ ഇന്നതാണ്, എൻ്റെ മകൾ ഇന്നതാണ്, സരസ്വതി ദേവിയെ പോലെ ഉണ്ടാവും കാണാൻ, ഇങ്ങനെയൊന്നുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും എഴുതേണ്ട കാര്യമില്ല. എക്സാഗ്രേറ്റ് ചെയ്തിട്ട് എഴുതേണ്ട ഒരു കാര്യവുമില്ല. കൃത്യമായിട്ട് കാര്യങ്ങൾ എഴുതിക്കോളൂ. അതിൽ മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ട, ജാതകത്തിനെ കുറിച്ച് കഴിയാവുന്നത്ര കുറച്ച് കാര്യങ്ങൾ എഴുതാൻ ശ്രമിക്കുക. പലരും എഴുതുന്നത് കാണാം, 7 ചൊവ്വ, കുജദോഷം, രാഹുദോഷം, അരദോഷം, 1 ദോഷം, 2 ദോഷം, 2.5 ദോഷം, 1.5 ദോഷം, ഇങ്ങനെ പല ദോഷങ്ങൾ എഴുതുന്നത് കാണാം. ഇത് ഈ മനസ്സിലാവാത്ത ആളുകൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അയ്യോ, ഇത് ഇത്രയും ദോഷമൊക്കെ ഉള്ള സംഭവമാണെങ്കിൽ നമ്മളെങ്ങനെയാണ് ഇത് വെച്ച് മുന്നോട്ട് പോവുക? അപ്പോൾ വായിക്കുന്ന ആളെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രൊഫൈൽ എഴുതാതിരിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എഡ്യൂക്കേഷൻ.
എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് എഴുതുക. അതായത് SLC എവിടെയായിരുന്നു, 12th ഏതിലായിരുന്നു, ഗ്രാജുവേഷൻ എവിടെയായിരുന്നു, എന്തായിരുന്നു സബ്ജക്റ്റ്, പോസ്റ്റ് ഗ്രാജുവേഷൻ എന്തായിരുന്നു സബ്ജക്റ്റ്, ഏത് സ്ഥലത്താണ് പഠിച്ചത്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. കഴിയാവുന്നത്ര എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ കുറച്ച് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനുശേഷം ഏത് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ ആ സ്ഥാപനത്തിനെ പറ്റി പേരെഴുതുക. എന്താണ് അവിടുത്തെ ഡെസിഗ്നേഷൻ എന്നുള്ളതും എഴുതുക. എത്ര വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ എഴുതുക. സാലറി എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കയ്യിൽ കിട്ടുന്ന ശമ്പളമല്ല, ടേക്ക് ഹോം സാലറി അല്ല ഒരിക്കലും നിങ്ങളുടെ സാലറി. കോസ്റ്റ് ടു കമ്പനി, PF, മറ്റുള്ള പല ചെലവുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പനി ചിലവാക്കുന്നുണ്ടാവും. അതായത് ഓഫീസിൽ ഒരു ചായ തരുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു പൈസ കമ്പനി ചിലവാക്കുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ സാലറിയുടെ പാർട്ടാണ്. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു തുക ആയിരിക്കണം നിങ്ങളുടെ സാലറി അല്ലെങ്കിൽ CTC എന്ന് പറയുന്നത്. അതിനുശേഷം നല്ല ഒരു മാട്രിമോണിയൽ സൈറ്റിനെ സമീപിക്കുക. എങ്ങനെയാണ് ഈ നല്ല മാട്രിമോണിയൽ സൈറ്റിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു 2-3 ആളെങ്കിലും നല്ല അഭിപ്രായം പറയുന്നുണ്ട്, എവിടുന്നെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ട്, ഒരു അഭിപ്രായം കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയിട്ട് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അന്വേഷിക്കുക എന്തൊക്കെയാണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. പലരും ഇത്ര രൂപ രജിസ്ട്രേഷൻ സമയം, അതിനുശേഷം ഇത്ര പ്രൊഫൈൽ അയച്ചു തരും, അതിനുശേഷം കല്യാണം ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കല്യാണത്തിൻ്റെ അതായത് എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസം ഇത്ര രൂപ വേണമെന്നൊക്കെ അവർ പറയും. അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പം ഞാൻ ഇവിടെ ഒറ്റപ്പാലത്തൊക്കെ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ കേൾക്കുന്നുണ്ട് തലേ ദിവസം പോയിട്ട്, ബഹളവും കാര്യങ്ങളും. അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് ഓരോ സ്റ്റെപ്പും മംഗളകർമ്മം ആയിട്ട് മാറണം. അത് മംഗളകരമായിരിക്കണം. ഒരു തരത്തിലുള്ള വഴക്കോ ബഹളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. കൃത്യമായിട്ട് നന്നായിട്ട് മനസ്സിലാക്കണം. അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും, മാട്രിമോണിയൽ സൈറ്റുകൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ അങ്ങോട്ട് ചോദിക്കണം എന്തൊക്കെയാണ് നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ, എത്ര രൂപ വരും, കല്യാണം ശരിയായി കഴിഞ്ഞാൽ വല്ല പൈസയും ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കുക. അതിനുശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ. എല്ലാവരും പൊതുവെ നല്ല ആളുകളാണ്, പക്ഷെ അവർക്ക് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഫൈൽ കിട്ടാതെ വരുമ്പോൾ അവർക്കൊന്നും തരാനുണ്ടാവില്ല. അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത്, ഒരു ദിക്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രൊഫൈലുകൾ കിട്ടിത്തുടങ്ങും. പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രൊഫൈലും ഫോട്ടോയും ഹോറോസ്കോപ്പ് വേണമെന്നില്ല, ഫോട്ടോയും മക്കൾക്ക് കാട്ടിക്കൊടുക്കുക. മക്കൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അച്ഛനും അമ്മയും മക്കളും കൂടെ അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം അത് ഓക്കെയാണ്, അത് വെച്ച് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോറോസ്കോപ്പ് ചെക്ക് ചെയ്യുക നിർബന്ധമാണെങ്കിൽ. ഹോറോസ്കോപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും മാച്ചിങ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, ഇനി അഥവാ ഏതെങ്കിലും ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോയി അത് മാച്ചിങ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫൈലാണെങ്കിൽ തീർച്ചയായിട്ടും 3, 4, 5 ജോത്സ്യന്മാരുടെ അടുത്തെങ്കിലും പോകണം ഇത് നോക്കാനായിട്ട്. ഏതെങ്കിലും ഒരു ജോത്സ്യം നിങ്ങളോട് പറയുകയാണ് ഇത് വെച്ച് മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം. അതുപോലെ ഒരു റിസർച്ച് നടത്തേണ്ട കാര്യമില്ല. നിങ്ങളുടെ ധർമ്മദൈവങ്ങളെ ഒക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കുടുംബക്ഷേത്രം നന്നായിട്ട് പ്രാർത്ഥിക്കുക, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ഭാവത്തിലവിടെ പോവുക. അങ്ങനെ ജാതകവും ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ വാട്സാപ്പ് നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക. വാട്സാപ്പ് നമ്പർ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടികൾ തീർച്ചയായിട്ടും ഒരു സൗഹൃദ ബന്ധം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചോദിക്കേണ്ട ഒരു 4-5 കാര്യങ്ങളുണ്ട്. ഒന്ന്,
ആസ് ഓഫ് നൗ അല്ലെങ്കിൽ പ്രസന്റ്ലി വല്ല ലവ് അഫെയർ ഉണ്ടോ? അതുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യുക, പിന്നെ ഫർദർ ഡിസ്കഷനിലേക്ക് പോകരുത്. അതിനുശേഷം ലവ് അഫെയർ ഒന്നും ഇല്ല, മുന്നോട്ട് പോകാം എന്നുള്ളതാണ് തീരുമാനമെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷൻ, മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ, ആവശ്യത്തിൽ കൂടുതലുള്ള ലോണുകൾ വല്ലതുമുണ്ടോ, ബാങ്കിങ് ലോൺസ്, ഇതൊക്കെ ചോദിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കുട്ടികൾ ചോദിച്ച് മനസ്സിലാക്കണം. ഇതൊക്കെ എങ്ങനെ ചോദിക്കണം എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം ഇതൊക്കെ എങ്ങനെ ചോദിക്കണം എന്നുള്ളത്. വളരെ എളുപ്പമാണ്. അച്ഛനമ്മമാർക്ക് ചോദിക്കാൻ പറ്റിയെന്ന് വരില്ല. അച്ഛനമ്മമാർ കഴിയാവുന്നത്ര ഇത് ചോദിക്കാതിരിക്കലാണ് നല്ലത്. പക്ഷെ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ കുട്ടികൾ തമ്മിൽ ഇതെല്ലാം സംസാരിക്കണം. ഇതെല്ലാം സംസാരിച്ച് അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുറത്ത് വെച്ച് കാണണം കുട്ടികൾ. ഒരു കാരണവശാലും വീട്ടിൽ വെച്ചിട്ടല്ല ആദ്യം കാണേണ്ടത്, പുറത്ത് വെച്ച് കാണാം. അത് എവിടെ ഓരോരുത്തരും സൗകര്യം പോലെ ചെയ്യുക, പുറത്ത് വെച്ച് കണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യുക. ഒരു നല്ല കംഫർട്ട് ലെവൽ അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോണിലേക്ക് എത്തുന്നുണ്ട് രണ്ടുപേരും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പെണ്ണ് കാണാൻ ചടങ്ങിന് പോവുക. അതൊരു ചടങ്ങ് മാത്രമേ ആവാൻ പാടുള്ളൂ. അല്ലാതെ ഇതൊന്നും സംസാരിക്കാതെ ചാടിക്കേറി ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടത്തുക, എന്നിട്ട് പെണ്ണ് കാണൽ ചടങ്ങിന് ശേഷം പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് നോ എന്ന് പറയുന്നതിനെക്കാട്ടിലും ഉത്തമം നേരത്തെ കണ്ട് സംസാരിച്ച് അവരൊരു കംഫർട്ട് സോണിൽ എത്തുന്നില്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം പെണ്ണ് കാണൽ ചടങ്ങിലൊക്കെ പോവുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നൊരു കാഴ്ച, ഇപ്പം എൻ്റെ ഈ കുറച്ചു കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, അച്ഛനമ്മമാർ റിട്ടയർഡ് ലൈഫ് വളരെ സ്വസ്ഥതയോടെ മുന്നോട്ട് പോകുന്ന കാഴ്ച, കുട്ടികളുടെ ദാമ്പത്യ ബന്ധം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയൊക്കെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിച്ച് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഭംഗിയായിട്ടും മംഗളമായിട്ടും നടക്കും. ആവശ്യക്കൂടുതൽ ജാതകത്തിനെ പറ്റി പഠിക്കാതിരിക്കുക, എല്ലാം ജ്യോതിഷനെ കൊണ്ട് നോക്കിപ്പിക്കുക. അപ്പോൾ എല്ലാം ഇതൊക്കെ മനസ്സിലാക്കി വിവാഹം നടക്കണം എന്നുള്ളൊരു ചിന്ത വെച്ചിട്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം. ജയ്ശങ്കർ, വള്ളൂരാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.